ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ ഒരു സീരീസാണ് DCയുടെ പീസ് മേക്കർ എന്ന് പറയുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ HBO മാക്സിലായിട്ടാണ് ഈ ഒരു സീരീസ് പിന്നെ ആഗസ്റ്റ് മാസം 22-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത കാജോൾ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മാ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ആഗസ്റ്റ് മാസം 22-ാം തീയതിയാണ് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ ട്വിസ്റ്റഡ് ടെയിൽസ് ഓഫ് അമാൻഡ നോക്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മൂവിയാണ് ദ മാപ്പ് ദാറ്റ് ലീഡ്സ് ടു യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ ഹൊറർ ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു സൂ ഫ്രം സോ എന്ന് പറഞ്ഞ സിനിമ. കന്നഡയിൽ ഒരു വൻ വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. മലയാളം ഡബ്ഡ് തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ ഈ സിനിമ പിന്നെ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ജിയോ ഹോട്ട്സ്റ്റാർ ആണെന്നാണ് ഇപ്പോൾ ഓൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സെപ്റ്റംബർ മാസത്തിൽ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു മലയാളം ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ശാന്തമി രാത്രിയിൽ എന്ന് പറഞ്ഞ സിനിമ. ജയരാജ് സംവിധാനം ചെയ്ത സിനിമയാണ്. എസ്തറയിലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മനോരമ മാക്സിൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇതിന് മുമ്പേ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലി പുറത്തു വിട്ടിട്ടുണ്ട്. ആഗസ്റ്റ് മാസം 22-ാം തീയതി മനോരമ മാക്സിൽ ശാന്തമി രാത്രിയിൽ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് പവൻ കല്യാൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തെലുങ്ക് മൂവിയായിരുന്നു ഹരിഹര വീരമല്ലു പാർട്ട് 1 സോഡ് വീസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു വമ്പൻ ഫ്ലോപ്പായി മാറിയ സിനിമയായിരുന്നു. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിൽ ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ വിൻസി അലോഷ്യസ്, ഷൈൻ ടോം ചാക്കോ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാളം സിനിമയായിരുന്നു. മലയാളം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. 21-ാം തീയതി റിലീസ് ചെയ്യുന്ന പറഞ്ഞ സിനിമയായിരുന്നു. പക്ഷേ ഒരു ദിവസം മുമ്പ് 20-ാം തീയതി വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ സിനിമ റിലീസ് ചെയ്തു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളതോ അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പം ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.